Welcome to my maths cooking class. ഇന്ന് നമ്മൾ ചെയ്യുന്നത് രസമാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ രസം പൊടി ചെയ്തു. ആ രസം പൊടി വെച്ചിട്ടുള്ള രസമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. കണ്ടു നോക്കാം. രസം പൊടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് രസം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ ഹീറ്റ് ചെയ്യാം. പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ. എണ്ണ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്കൊരു 6 അല്ലി വെളുത്തുള്ളി സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്യാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുകൂടെ ആഡ് ചെയ്യാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ലൊരു മണം വരുമ്പോൾ ഇതിനകത്തേക്ക് ടൊമാറ്റോസ്, ഞാൻ എടുത്തേക്കുന്ന 3 മീഡിയം സൈസ് ടൊമാറ്റോസാണ്, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ടൊമാറ്റോയോടൊപ്പം തന്നെ കുറച്ച് സോൾട്ട് കൂടി ഇടുക, ടൊമാറ്റോ പെട്ടെന്ന് കുക്കാവാനായിട്ട്. സോൾട്ട് കൂടി ഇട്ട് സോട്ട് ചെയ്യുക. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ടൊമാറ്റോസ് കുക്ക് ചെയ്യുന്നതിനകത്ത് വെള്ളം മൊത്തം ഡ്രെയിൻഡായിട്ട് നല്ല തിക്കൊരു പേസ്റ്റ് പോലെ ആവണം, അതുവരെ സോട്ട് ചെയ്യുക. ഇപ്പോൾ ടൊമാറ്റോസ് എല്ലാം നല്ല സോഫ്റ്റായി നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. 2 കപ്പ് വെള്ളം ഇപ്പോൾ ചേർക്കാം. അടച്ചു വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യും. നമ്മുടെ ഈ ടൊമാറ്റോ മിക്സ്ചർ 10 മിനിറ്റ് ആയിട്ട് അടച്ചു വെച്ച് നമ്മൾ കുക്ക് ചെയ്യായിരുന്നു. ഇനിയും ഇത് നമുക്ക് അരിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. മാക്സിമം പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ അരിച്ചു വെച്ച മിക്സ്ചർ ബോയിൽ ചെയ്യാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1/2 കപ്പ് വെള്ളം ചേർത്ത് ഞാൻ പിഴിഞ്ഞെടുത്തേക്കുന്നതാണ്, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിനകത്തേക്ക് രസം പൗഡർ ചേർക്കാം. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഇത് കാണിച്ചതാണ്, ആ സെയിം പൗഡർ യൂസ് ചെയ്യാം. 2.5 ടേബിൾ സ്പൂൺ ആണ് ഉപയോഗിച്ചേക്കുന്നത്. 2.5 തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. നല്ലതായിട്ട് ബോയിൽ ആവണം. ഈ സമയത്ത് തിക്നെസ് കൂടുതലാണെന്ന് തോന്നുക, നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. 1 കപ്പ് വെള്ളം കൂടെ വേണമെങ്കിൽ ചേർക്കാം. നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇതിനകത്തേക്ക് സോൾട്ട് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പുമൊക്കെ ആവശ്യത്തിന് ചേർക്കാം. രസം പൊടി ഇട്ടിട്ട് 5 മിനിറ്റോളം തിളയ്ക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുക. ഈ ഒരു തിക്നെസ് ഇപ്പം നമുക്ക് രസത്തിൻ്റെ പാകത്തിനാണ് വെള്ളം ഉള്ളത്. ചൂടായതിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കുക. ഓക്കെ, നമ്മുടെ രസം ആവശ്യത്തിന് തിക്നെസ്സും എല്ലാം ആയി. ഇനി ഞാനിത് മാറ്റി വെക്കുകയാണ്. മാറ്റി വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. കുറച്ച് ഓയിൽ, ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തേക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 2 മുളക്, വറ്റൽമുളക് കീറിയത് ഇടാം. ചെറിയൊരു പിടി കറി ലീവ്സ്. ഓഫ് ചെയ്തു. ഇനി ഇത് നമുക്ക് രസത്തിലേക്ക് ഒഴിക്കാം. ലാസ്റ്റായിട്ട് നല്ലൊരു പിടി കൊറിയാൻഡർ ലീവ്സ്. കൊറിയാൻഡർ ലീവ്സ് എപ്പോഴും ഞാൻ ഓഫ് ചെയ്തിട്ടേ ഇടാറുള്ളൂ. ഇനിയും നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് അടച്ചു വെക്കാം.
നമ്മൾ അടച്ചു വെച്ച് 5 മിനിറ്റ്സോളം അടച്ചു വെച്ചു. ഇനി നമുക്ക് ജഗ്ഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ ഈ രസം റെഡിയായി. നമ്മൾ കഴിക്കാനും കുടിക്കാനും ഒക്കെ നല്ല രസമുള്ള ഈ രസം ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ യൂഷ്വലി പണ്ടൊക്കെ സിക്കായിട്ടിരിക്കുമ്പോഴൊക്കെ എപ്പോഴും കൊടുക്കുന്നൊരു കാര്യമാണ് രസം. ബിക്കോസ് നമുക്ക് ദോഷമില്ല, വളരെ ഒത്തിരി മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു കറിയാണ് രസം. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ.